CPI സംസ്ഥാന സമ്മേളനം ഇന്നലെ അവസാനിച്ചിരുന്നു. അതിന്റെ അനുരണനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. CPI മുതിർന്ന നേതാവ് KE ഇസ്മായിലിനെ പിന്തുണച്ച് KK ശിവരാമൻ രംഗത്തെത്തി. KE ഇസ്മായിലിനെയും തന്നെയും താരതമ്യം ചെയ്യാൻ കഴിയില്ല. പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് നേതൃത്വം നൽകിയയാളാണ് KE ഇസ്മായിൽ. അച്ചടക്ക നടപടി നേരിട്ടതുകൊണ്ട് ഒരാൾ പാർട്ടിയുടെ ശത്രു ആകില്ല. തന്നെ സംസ്ഥാന കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയത് അതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെയില്ല. ഓരോ സമ്മേളന കാലയളവിലും 20% പേരെ ഒഴിവാക്കുമെന്നും KK ശിവരാമൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ 2 പേർ ഇത്തവണ ഒഴിവാക്കപ്പെട്ടു. അതിലൊരാൾ ഞാനായി പോയി എന്നത് മാത്രമേ ഉള്ളൂ. അതൊരു സ്വാഭാവികമായ ഒഴിവാകൽ എന്ന് ഞാനതിനെ കാണുന്നുള്ളൂ. പിന്നെ ഇസ്മായിലിനെയും എന്നെയും താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല. വളരെ ദീർഘമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം, ത്യാഗോജ്വലമായ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുള്ള ആളാണ് ഇസ്മായിൽ. 16-ാമത്തെ വയസ്സിൽ ആരംഭിച്ചത്. അപ്പോൾ ആ ഒരു പാർട്ടി നടപടി ഉണ്ടായി എന്നുള്ളത് കൊണ്ടൊരാൾ പാർട്ടി ശത്രുവാകുന്നില്ല. ആ നടപടി കാലം കഴിയുമ്പോൾ നടപടി പിൻവലിക്കും. ലാൽകൃഷ്ണൻ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. ലാൽകൃഷ്ണൻ, ഇന്നലെയും ഇദ്ദേഹം ഇതുതന്നെയാണ് പറഞ്ഞത്. തന്നെ ഒഴിവാക്കിയതിൽ അങ്ങനെ പരാതിയൊന്നുമില്ല, അതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല. പക്ഷെ ഇന്നിപ്പോൾ KE ഇസ്മായിലിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് തന്നെയും അദ്ദേഹത്തെയും ഒരുപോലെ കാണാൻ കഴിയില്ല. 16 വയസ്സ് മുതൽ പാർട്ടി പ്രവർത്തനം തുടങ്ങിയതാണ്. അപ്പോൾ അദ്ദേഹത്തോട് അനീതി കാണിച്ചു എന്നാണോ പറയുന്നത്? വാക്കുകൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും പറയാം സ്മിത. ഏതാണെങ്കിലും ശിവരാമൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത് KE ഇസ്മായിലിന് ഒരു പിന്തുണയുണ്ട് എന്നുള്ളത് തന്നെയാണ്. വാക്കുകൾക്ക് അതീതമായി അദ്ദേഹം അത് പറഞ്ഞും വയ്ക്കുന്നുണ്ട്. അതായത് ഇസ്മായിലിൻ്റെ പ്രവർത്തനം, പാർട്ടി പ്രവർത്തനം തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിലാണ്. പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ്. പാർട്ടിയുടെ വളർച്ചയ്ക്ക് നിർണായകമായ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് KE ഇസ്മായിൽ. KE ഇസ്മായിലിനെ അങ്ങനെ മാറ്റി നിർത്താൻ കഴിയില്ല. എന്തുകൊണ്ടാണ് മാറ്റി നിർത്തുന്നത് എന്ന് തനിക്കറിയില്ല. അത് പാർട്ടി നേതൃത്വത്തോട് തന്നെ ചോദിക്കണം. ഒരു ഘട്ടത്തിൽ പാർട്ടി നടപടി നേരിട്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം പാർട്ടിക്ക് ശത്രുവായി മാറുന്നില്ല, പാർട്ടിക്ക് വെറുക്കപ്പെട്ടവനായി മാറുന്നുമില്ല. പക്ഷേ പാർട്ടി അക്കാര്യത്തിൽ നടപടി എന്താണ് സ്വീകരിച്ചത്, അത് എന്തുകൊണ്ടാണ് ഇപ്പോഴും തുടരുന്നത് എന്ന കാര്യം തനിക്ക് അറിയില്ല എന്നുള്ളതാണ്. എന്തായാലും പിന്തുണ നൽകുന്നതിനോടൊപ്പം ആ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഒഴിഞ്ഞുമാറ്റം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ശിവരാമനും ഇത്തരത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു. പാർട്ടിയിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പ്രായപരിധിയോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ നിലനിൽക്കുന്ന ഒരാളല്ല KK ശിവരാമൻ. എന്നിരുന്നിട്ടും എന്തുകൊണ്ട് ഒഴിവാക്കപ്പെട്ടു എന്നതിന് അതൊരു സ്വാഭാവികമായ നടപടിക്രമം എന്നൊരു ഉത്തരം മാത്രമാണ്. അതിൽ അസ്വാഭാവികമായ ഒന്നും കാണേണ്ടതില്ല എന്ന് ശിവരാമൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോഴും KE ഇസ്മായിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത്തരത്തിൽ അസ്വാഭാവികമായി കാണാൻ കഴിയില്ല എന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പറയുന്നത്. ഇതിൽ ഇതിൽ കൃത്യമായ വിശദീകരണം നൽകേണ്ടത് പാർട്ടിയാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടി അത്തരത്തിലുള്ള ആളെ അഭിമതനായി മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുള്ളത്. തന്നെ ഒഴിവാക്കിയതിനെ കുറിച്ച് ഇന്നലെയും ഇന്നും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പാർട്ടിയെ തള്ളി പറയില്ല എന്നുള്ള കൃത്യമായ ആ ഒരു നിലപാട് അത് കൂടി വ്യക്തമാക്കുന്നുണ്ട് KK ശിവരാമൻ. ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.